ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ USS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ മലയാളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഇത്തവണ നമ്മുടെ USSൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങളുടെ രീതിയിലും ഉത്തരങ്ങൾ എഴുതേണ്ട രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മൾ എക്സാമിന് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, USS നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ പാഠഭാഗങ്ങളും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തവണ USSലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കിയാലോ. മീനോളം എന്ന നാടകത്തിൽ എന്താണ് അമ്മേ കടൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയ കുഞ്ഞുമീനിനെ അറിയാൻ കഴിഞ്ഞത് എന്ത്? നോക്കിയേ, നമ്മുടെ മീനോളം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ മീനോളം എന്ന നാടകത്തിൽ എന്താണ് അമ്മേ കടൽ? നമ്മുടെ കുഞ്ഞുമീന് അമ്മ മീനോട് ചോദിക്കുകയാണ് അല്ലെ, അമ്മ എന്താണ് കടൽ? പക്ഷെ ആ എന്താണ് കടൽ എന്ന ചോദ്യത്തിന് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുമീൻ എന്ത് ചെയ്യായിരുന്നു, സ്വയം ഉത്തരം തേടി ഉത്തരം അന്വേഷിച്ച് പോകുന്നതായിരുന്നു നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, മീനോളം എന്ന നാടകത്തിൽ എന്താണ് അമ്മേ കടൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയ കുഞ്ഞുമീനിന് അറിയാൻ കഴിഞ്ഞത് എന്താണ്? നോക്കിയേ, നമുക്കൊരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഏതാണോ അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ 4 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാലോ. കടൽ മീനുകളുടെ മാത്രം ആവാസ കേന്ദ്രമാണ്. അല്ല അല്ലെ, ആണോ? അല്ല, നമുക്കറിയാം കുഞ്ഞുമീനിന് മനസ്സിലായ കാര്യം അതാണോ? കടല് മീനുകൾക്ക് മാത്രം അല്ലെങ്കിൽ മീനുകളുടെ മാത്രം ആവാസ കേന്ദ്രമാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അല്ല എന്ന് മനസ്സിൽ ചിന്തിക്കുക. അടുത്തത്, കടലിനപ്പുറമുള്ള മാനത്തിന്റെ പരപ്പും കടലിന്റെ ആഴവും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുമീൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ശരിയാണ് അല്ലെ. പിന്നെ നോക്കിയേ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, കടലിനപ്പുറം ഒരു ലോകമേ ഇല്ല. അതും അല്ല, അതും തെറ്റാണ്. കാരണം കുഞ്ഞുമീനിന് മനസ്സിലായിട്ടുണ്ട് ഈ കടൽ മാത്രമല്ല, കടലിന് ഒരുപാട് ആഴവും ഉണ്ട്, ഒരുപാട് കടലിനേക്കാൾ അല്ലെങ്കിൽ കടലിന് അത്രത്തോളം ഉള്ള ഒരു ആകാശവും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുമീനിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇതുമല്ല ആൻസർ. അവസാനം നോക്കിയേ, അറിവിന്റെ കടലും ആഴവും മാറിക്കൊണ്ടേയിരിക്കും. കുഞ്ഞുമീനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതില് ഓപ്ഷൻസ് തരാം, 1ഉം 4ഉമാണ്. അപ്പൊ നോക്കിയേ, എ ആണോ? 1ഉം 2ഉം ആണോ? അല്ല. പിന്നെയോ 2ഉം 3ഉമാണ് ശരി, അതുമല്ല. ഏതാണ് ആൻസർ? നമ്മുടെ 2ഉം 4ഉമാണ് അല്ലെ. അപ്പോ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യാ, ഇതിന് ഉത്തരമായിട്ട് വരിക. അപ്പോ ഈ രീതിയിലായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യാ, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നന്നായിട്ട് പാഠഭാഗം അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഗാസയിലെ ജനങ്ങൾ ഒരിറ്റു ജലത്തിനും ഒരു നേരത്തെ ആഹാരത്തിനുമായി വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ വാർത്തയോട് ഏറ്റവും യോജിക്കുന്ന ശൈലി ഏത്? നമുക്ക് USSനെ ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോ ഇവിടെ ഒരു സന്ദർഭം തന്നിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾ ഒരിറ്റു ജലത്തിനും ഒരു നേരത്തെ ആഹാരത്തിനും വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയാണ്. അതിനോട് യോജിച്ച ശൈലിയാണ് ചോദിക്കുന്നത്. നമുക്കൊരു 4 ശൈലികൾ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒന്നാമത് നോക്കിയേ, നെട്ടോട്ടം ഓടുക. ശരിയാണ് അല്ലെ. നമ്മളൊരു കഷ്ടപ്പാട് നേരിടുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ നെട്ടോട്ടം ഓടുക അല്ലെ. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചു ഓടുക, നെട്ടോട്ടം ഓടുക നമ്മൾ പറയും. അപ്പൊ ഈ ശൈലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സന്ദർഭത്തിന് യോജിച്ചതാണ്. പിന്നെ ഇഞ്ചി കടിക്കുക. അല്ല, നമുക്കറിയാം ആ ഒരു ശൈലി അല്ല. പിന്നെയോ ചെണ്ട കൊട്ടിക്കുക. അതും അല്ല. അവസാനം നോക്കിയേ, ചക്രം ചവിട്ടുക. നമ്മൾ പറയും, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ നേരിടുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ചക്രം ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ശൈലികൾ ഉപയോഗിക്കുക. അപ്പോ 1ഉം 4ഉം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രയോഗത്തിന് അനുയോജ്യമായിട്ടുള്ള ശൈലിയാണ് അല്ലെ. അപ്പോ 1ഉം 4ഉം ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക, ഇതിന് ഉത്തരമായിട്ട് കൂടുതൽ സാധ്യത. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഒരു ചോദ്യം. നമ്മുടെ അടുത്തൊരു സുഗതകുമാരിയുടെ അഭിപ്രായത്തിൽ പ്രകൃതി ഒരുക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ വിസ്മയം ആർക്കു വേണ്ടിയാണ്? സുഗതകുമാരിയുടെ അഭിപ്രായത്തിൽ പ്രകൃതി ഒരുക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ വിസ്മയം ആർക്കു വേണ്ടിയാണ്? നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നോക്കി ഉത്തരം നോക്കിയേ. വിനോദസഞ്ചാരികൾക്ക് ആണോ? ഒരിക്കലും അല്ല. നമുക്കറിയാം വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അല്ല. പിന്നെയോ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ല. പിന്നെയോ
പിന്നെ നോക്കിയേ, പുഷ്പോത്സവം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട്. അതുമല്ല, കൂടുതൽ സാധ്യത ഏതാണ് ഉത്തരം? ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടി, അല്ലെ? അപ്പോ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നോക്കിയേ, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. ഇവിടെ നോക്കണം, സമഗ്ര സംഭാവനയ്ക്ക് ഇവിടെ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? JC ഡാനിയൽ പുരസ്കാരം. ഓക്കെ, അതായത് നമ്മുടെ മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. ആ ഒരു പുരസ്കാരമാണ് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. ഇനി നമ്മുടെ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് നൽകുന്ന അല്ലെങ്കിൽ ഭാരത സർക്കാർ നൽകുന്ന അവാർഡ് ആണെന്ന് പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകൾ മാനിച്ച് ഭാരത സർക്കാർ. ഓക്കെ, ഇതാണ് വ്യത്യാസം കേട്ടോ. നമ്മുടെ JC ഡാനിയൽ പുരസ്കാരം കേരള സർക്കാർ നൽകുന്നതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ ഭാരത സർക്കാർ നൽകുന്നതാണ്. ഇന്ത്യ മുഴുവൻ, ഇന്ത്യ ഒട്ടാകെ നൽകുന്നതാണ്. എന്നുകൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അവസാനമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ മോഹൻലാൽ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ, തൻ ഭാഷ താൻ എന്ന വരികളിലെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന എന്ത്? നോക്കിയേ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ, തൻ ഭാഷ താൻ. നോക്കിയേ, മാതൃഭാഷയുടെ മഹത്വം, മാതൃഭാഷയുടെ പ്രാധാന്യമൊക്കെ വെളിപ്പെടുത്തുന്ന വരികളാണെന്ന് പറയുന്നത് ഈ വരികൾ എന്ന് പറയുന്നത്. നോക്കി, എന്താ പറയുന്ന വരികളുടെ ആശയം എന്താ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ധാത്രിമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തമ്മ മാത്രമാണ്. മറ്റുള്ള ഭാഷകൾ നമുക്ക് എന്തൊക്കെ ഭാഷ അറിയാം അതൊക്കെ എന്താണ്, നമ്മുടെ വളർത്തമ്മ അല്ലെങ്കിൽ ധാത്രിമാർ മാത്രമാണ്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പെറ്റമ്മ, ഓക്കെ, യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. ഓക്കെ, ആ വരികളാണ്, ആ വരികളെ കുറിച്ചാണ്, വള്ളത്തോളിന്റെ വരികളാണ്. അപ്പോ ആ വരികളോട് ചേർന്ന് നിൽക്കുന്ന ആശയം, ഈ വരികൾ വള്ളത്തോളിന്റെ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. നോക്കിയേ, മനുഷ്യൻ ചിന്തിക്കുന്നത് മാതൃഭാഷയിലാണ്. ശരിയാണ് അല്ലെ? മനുഷ്യൻ ചിന്തിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മാതൃഭാഷയിലാണ്. പിന്നെയോ, വലിയ ജോലികൾ നേടാൻ മാതൃഭാഷ സഹായിക്കും. അതൊരു പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള പ്രയോഗമല്ല അല്ലെ? എന്താ, വലിയ ജോലികൾ നേടാൻ മാതൃഭാഷ സഹായിക്കും എന്നുള്ളത് അപ്പൊ ശരിയല്ലാതെ. പിന്നെയോ, അവസാനത്തെ ഒരു ഓപ്ഷൻ നോക്കിയേ, ലോകത്ത് എവിടെയും സഞ്ചരിക്കുന്നതിന് മാതൃഭാഷ അറിഞ്ഞിരിക്കണം. അതുമല്ല അല്ലെ? ലോകത്ത് എവിടെയും സഞ്ചരിക്കുന്നതിന് മാതൃഭാഷ അറിയണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോ ഇതിൽ കൂടുതലും സാധ്യത വരാൻ മനുഷ്യൻ ചിന്തിക്കുന്നത് മാതൃഭാഷയിലാണ് അല്ലെ? നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്താണ്, മാതൃഭാഷയിലാണ്. അതോടൊപ്പം തന്നെ മാതൃഭാഷ സംസ്കാരം തന്നെയുമാണ് അല്ലെ? മാതൃഭാഷ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസ്കാരം, അവന്റെ സ്വഭാവ രൂപീകരണത്തിനും അവന്റെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്, അടിസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വരികളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന രീതിയിലുള്ള പ്രസ്താവന എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, 1ഉം 3ഉം ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ 1ഉം 3ഉം ആണ് എന്ത് ചെയ്യുക, ഉത്തരം വരിക. ഇനി ഒരു ചോദ്യം നോക്കിയാൽ നമുക്കൊരു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർവനാമം ഇല്ലാത്ത വാക്യമേത്? സർവനാമം ഇല്ലാത്ത വാക്യമേത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ എന്താണ് സർവനാമം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നോക്കിയേ, എന്താണ് സർവനാമം? ഒരു വാക്യത്തിൽ നാമത്തിന്, ഓക്കെ, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് എന്ന് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത്. ഇത് നാമങ്ങളുടെ ആവർത്തനം ഒഴിവാക്കി സംസാരവും എഴുത്തും കൂടുതൽ സ്വാഭാവികവും കാര്യക്ഷമവുമാക്കാൻ സഹായിക്കുന്നു. ഞാൻ, അവൻ, അവൾ, അത്, നമ്മൾ, അവർ എന്നിവയെല്ലാം സർവനാമങ്ങളാണ്. ഇവ വ്യക്തികളെ, വസ്തുക്കളെ, സ്ഥലങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, അപ്പോ ഞാൻ, അവൻ, അവൾ, അത്, നമ്മൾ, അവർ ഇതൊക്കെ എന്താണ്, സർവനാമങ്ങളാണ്. അതായത് നമ്മുടെ നാമങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാക്യത്തിന് എന്ത് നഷ്ടപ്പെടും, ഭംഗി നഷ്ടപ്പെടും. അപ്പോ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള സർവനാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നോക്കിയേ, ഇനി ഏതാ ഉത്തരം നോക്കിയേ. പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല, എന്നിട്ടും അതിരാവിലെ അവൻ ഉണർന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നു, സർവനാമം പ്രയോഗിച്ചു, അവൻ അല്ലെ? പിക്ലു എന്ന് പറയുന്ന നാമത്തിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അവൻ എന്ന് പ്രയോഗിച്ചു. അപ്പൊ അതല്ല ഉത്തരം അല്ലെ? അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. രണ്ടാമത്തത്, മൈന പൂന്തോട്ടത്തിലേക്ക് പോയി, അവിടെ നിന്നും നീലാകാശത്തിന്റെ
വിശാലതയിലേക്ക് അത് പറന്നുപോയി. അപ്പൊ ഇവിടെയും എന്ത് വന്നു? അത് എന്ന് പറയുന്ന സർവനാമം വന്നു. അപ്പൊ ഓപ്ഷൻ ബി അല്ല ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഓപ്ഷൻ സി നോക്കിയേ. മൈന അവളുടെ അമ്മയോടൊപ്പം പൂമരക്കൊമ്പിലിരുന്നു. മൈന അവളുടെ, അപ്പൊ ഇവിടെയും വന്നു എന്താ? സർവനാമം വന്നു. അപ്പൊ ഇതുമല്ല ഉത്തരം. ഓപ്ഷൻ ഡി നോക്കിയേ. മൈനയുടെ കരച്ചിൽ കേട്ട് പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. മൈനയുടെ കരച്ചിൽ കേട്ട് പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. ഇവിടെ എന്ത് വന്നിട്ടില്ല? സർവനാമം ഒന്നും പ്രയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ടില്ല. അപ്പൊ എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർവനാമം എന്ത് ചെയ്യാ? നിങ്ങള് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട ബാലനാടകവേദി ഏതാണ്? കുട്ടികൾക്ക് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട ബാലനാടകവേദി ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതിന് ഉത്തരം ഉത്തരം രംഗപ്രഭാത് ആണ് എന്ത് ചെയ്യുക? ഉത്തരമായിട്ട് വരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ട ബാലനാടകവേദി രംഗപ്രഭാത്. ഓക്കെ, ഇനി നോക്കിയേ. പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനം ഏതു നാടകത്തിലേതാണ്? നമ്മൾ പല സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള വരികളാണ് അല്ലെ. പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനം ഏതു നാടകത്തിലേതാണ്? ഓർത്തു വെക്കുക. അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിലെ വരികളാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന് പറയുന്ന വരി. അപ്പോ ഓപ്ഷൻ സി അശ്വമേധമാണെന്ന് പറയുന്നത് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അനവസരത്തിൽ ആഡംബരം കാണിക്കുന്ന, അതായത് അനുയോജ്യമല്ലാത്ത അവസരത്തിലെ ആഡംബരം കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി താഴെ പറയുന്നവയിൽ ഏതാണ്? നോക്കാം നമുക്ക്. തലമറന്നെണ്ണ തേക്കുക, അർദ്ധരാത്രിക്ക് കുട പിടിക്കുക, ഉർവശി ചമയുക, നക്ഷത്രം എണ്ണുക. അപ്പോ ഒട്ടും അനുയോജ്യമല്ലാത്ത സന്ദർഭത്തിൽ ആഡംബരം കാണിക്കുക എന്ന് പറയുന്ന പ്രയോഗത്തിനോട് ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളോടൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ശൈലിയാണ് അല്ലെ. നീ അർദ്ധരാത്രിയിലാണോ കുട പിടിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു ചോദ്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ഒരു ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതരേഖയിൽ ജനന മരണ സൂചന നൽകുന്ന ശീർഷകമായി എഴുതാവുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതരേഖയിൽ ജനന മരണ സൂചന നൽകുന്ന ശീർഷകമായിട്ട്, ഹെഡിങ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്, അതായത് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മുടെ മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനവും മരണവും നടന്ന വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. 1908 ജനിച്ചു അദ്ദേഹം. പിന്നെ 1994 എന്ത് ചെയ്തു? അദ്ദേഹം മരണമടയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. നാടകക്കളരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? നാടകക്കളരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, നാടകക്കളരി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കണം? ജി ശങ്കരപ്പിള്ള. നാടകക്കളരി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ജി ശങ്കരപ്പിള്ള. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം അല്ലെ. മലയാള ചലച്ചിത്രത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്ന പുരസ്കാരം നമ്മുടെ JC ഡാനിയൽ പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ JC ഡാനിയലിനെ നമ്മൾ എന്ത് ചെയ്യാം? മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ ഇതായത് ഉത്തരം വരാം. JC ഡാനിയൽ ആണ് മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാൽക്കെ എഴുതണം കേട്ടോ. അതാണ് ആ കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഇനി സ്ക്രീൻ എന്നതിന്റെ മലയാള രൂപമാണ്, സ്ക്രീൻ നമ്മൾ പറയാറുണ്ട് അല്ലെ, വെള്ളിത്തിര. ഓക്കെ, നമുക്കറിയാം. ഓപ്ഷൻ നോക്കിയാൽ മതി. കടൽത്തിരയല്ല, വെള്ളത്തുണിയല്ല, നീലാകാശമല്ല. അപ്പോ സ്ക്രീൻ എന്ന് പറയും അല്ലെ. നമ്മൾ വെള്ളിത്തിരയിൽ കാണാൻ പറ്റുക എന്നൊക്കെ പറയും, നമ്മൾ സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പോ ഉത്തരം വരിക ഓപ്ഷൻ എ, വെള്ളിത്തിരയാണ്. ഓക്കെ, ഇനി പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച, അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന പഠിച്ചു കഴിഞ്ഞ ചോദ്യമായിരിക്കും. അപ്പോ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം, രാമചന്ദ്രവിലാസം, ഉണ്ണുനീലി സന്ദേശം, വാസനാ വികൃതി. ഏതായിരിക്കും ഉത്തരം?
സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തില് ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ള, മലയാളത്തിൽ പൂർണ്ണമായിട്ടും ഓർക്കണേ, പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള, നമ്മുടെ മലയാള അക്ഷരങ്ങള് ഓർത്തൂസ് മലബാറിക്കസിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത് സംക്ഷേപ വേദാർത്ഥം എന്നുള്ള കാര്യം എന്ത് ചെയ്യാ നിങ്ങള് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. വാസനാ വികൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് എന്തെന്ന് പറയുന്നത് വാസനാ വികൃതി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാ നിങ്ങള് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ രാമചന്ദ്ര വിലാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണെന്ന് പറയുന്നത് രാമചന്ദ്ര വിലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിച്ച് വെക്കണം. ആ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം. നമുക്ക് വാസനാ വികൃതി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്തൊരു ചോദ്യം നോക്കിയേ. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് പാടിയത്, താരാട്ട് പാട്ട് എഴുതിയ കവി ആര്? നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോ ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു താരാട്ട് പാട്ടായിരിക്കും അല്ലെ, ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. അപ്പോ ആ വരികൾ എഴുതിയിട്ടുള്ളത് ആരാണ്? ഇരയിമ്മൻ തമ്പി, ബാലാമണി അമ്മ, സുഗതകുമാരി, ഉണ്ണായി വാര്യർ. ഓക്കെ, ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ, ഇരയിമ്മൻ തമ്പിയാണ് എന്ത് ചെയ്യാ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയ കവി. ഓക്കെ, ഇനി ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി. നോക്കണേ, ജ്ഞാനപീഠവുമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ, അങ്ങനെ ഒരു പുരസ്കാരം കൊണ്ടുവന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തി പ്രസാദ് ജെയിൻ, അമർത്യകുമാർ സെൻ, ടാഗോർ, ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ ആരാ? നമ്മൾ കൂടുതൽ ആളുകളും ജി ശങ്കരക്കുറുപ്പിലേക്കാണ് പോവാ, പക്ഷെ ഉത്തരം വരിക ശാന്തി പ്രസാദ് ജെയിൻ ആണ് എന്ത് ചെയ്യുന്നത് ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങള് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, നമ്മുടെ കറണ്ട് അഫയറിനൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? KG ശങ്കരപിള്ള, NS മാധവൻ, സേതു, അശോകൻ, ചരുവിൽ. ഏതാണ് ഉത്തരം? KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് എന്ന് ചോദ്യം എന്തായിരിക്കണം? KG ശങ്കരപിള്ളയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിലെ ഓക്കെ ശരിയും തെറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ചിലപ്പോ നെഗറ്റീവ് രീതിയിൽ, അതായത് പെടാത്തത് ഏത്, ഇതിനോട് യോജിക്കാത്തത് ഏത് എന്ന രീതിയിൽ ചോദ്യം വരും. അപ്പൊ ചോദ്യം എന്ത് ചെയ്യണം, നിങ്ങള് കൃത്യമായിട്ട് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് വായിച്ചാൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.